കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ പദ്ധതി 2030-31 സാമ്പത്തിക വർഷം വരെ തുടരാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. എന്നാൽ നിങ്ങളും PM കിസാൻ പദ്ധതിയിൽ നിന്ന് പുറത്തായോ എന്ന് അന്വേഷിക്കണം. കാരണം നിയമവിരുദ്ധമായി നിരവധി ആളുകൾ ഈ പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിനെതിരെ സർക്കാർ നടപടിയുടെ ഭാഗമായി നിരവധി ആളുകളെ ഇതിനോടകം തന്നെ പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ പദ്ധതി 2030-2031 സാമ്പത്തിക വർഷം വരെ തുടരാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. 2026-2027 മുതൽ 2030-2031 വരെയുള്ള കാലയളവിൽ ഈ പദ്ധതിക്കായി വലിയൊരു സാമ്പത്തിക വിഹിതവും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിനു ശേഷമാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ തുടർച്ച കാർഷിക നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താനും കാർഷിക മേഖലയിലെ അപകട സാധ്യത കുറയ്ക്കാനും പ്രത്യേകിച്ച് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്നാണ് കരുതുന്നത്. 2019 ഫെബ്രുവരിയിലാണ് PM കിസാൻ പദ്ധതി ആരംഭിച്ചത്. അതിലൂടെ അർഹരായ ഭൂവുടമകളായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6000 രൂപ 3 തുല്യ ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളും PM കിസാൻ പദ്ധതിയിൽ നിന്ന് പുറത്തായോ എന്ന് കൃത്യമായി അന്വേഷിക്കണം. കാരണം നിയമവിരുദ്ധമായി നിരവധി ആളുകൾ ഈ പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇതിനെതിരെ സർക്കാർ കടുത്ത നടപടിയും എടുത്തിട്ടുണ്ട്. ഭാഗികമായി നിരവധി ആളുകളെ ഇതോടകം തന്നെ പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഓരോ 4 മാസം കൂടുമ്പോഴാണ് 2000 രൂപ വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നത്. നിങ്ങൾ കർഷകരാണെങ്കിൽ കൃത്യമായി ഇത് പരിശോധിക്കണം. കാരണം ഇതോടകം ആയിരക്കണക്കിന് പേരുകൾ PM കിസാൻ ഉപഭോക്തൃ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും ആ പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ നല്ലതാണ്. ഇതിനുള്ള ഘട്ടം ഘട്ടമായ നടപടികളുമുണ്ട്. ആദ്യം PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണം. ഹോം പേജിലെ ഫാർമേഴ്സ് കോർണർ സെക്ഷനിൽ നിന്ന് ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പരിശോധിക്കണം. അപ്പോൾ ഒരു പേജ് തുറന്നു വരും. നിങ്ങളുടെ സംസ്ഥാനം, ജില്ല, ഉപജില്ല, താലൂക്ക്, ബ്ലോക്ക്, ഗ്രാമം എന്നിവ കൃത്യമായി അതിൽ തിരഞ്ഞെടുക്കുക. പിന്നീട് ഗെറ്റ് റിപ്പോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഗ്രാമത്തിലെ അർഹരായ മുഴുവൻ കർഷകരുടെയും പേരുകൾ അടങ്ങിയ ലിസ്റ്റ് ഉടൻ തന്നെ ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.